ഹായ് ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാണ്ട് പോകുന്നത് ലൈവ് ട്രേഡിംഗ് ആണ്. നിഫ്റ്റിയിലാണ് ലൈവ് ട്രേഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓപ്ഷൻസ് ബൈയിങ് ആണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മൾ ട്രേഡ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓൾറെഡി ട്രേഡ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. കാണിച്ചു തരാൻ ട്രേഡ് റണ്ണിങ് ആണ്. ഓക്കെ, ഇവിടെ ഒരു 300 സംതിങ് പ്രോഫിറ്റ് റണ്ണിങ്ങിലാണ്. ഇത് താഴത്തുള്ള 400 രൂപ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ട്രേഡ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്തായിരുന്നു. അത് 400 രൂപ ലോസിൽ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റണ്ണിങ്ങുള്ള ട്രേഡ് നിഫ്റ്റി ജൂലൈ 24,200 കോൾ ഓപ്ഷനാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. 75 ക്വാണ്ടിറ്റിയാണ് വാങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് മുന്നേ വാങ്ങിയിട്ടുള്ളൂ, കാണിച്ചു തരാം. ഓക്കെ, 2:19 ഞാൻ വാങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ 29 ആയിട്ടുള്ളൂ. 10 മിനിറ്റ് മുന്നെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതെടുക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. കാരണം വെച്ചാൽ ഇവിടെ നമുക്ക് മാർക്കറ്റ് ഇവിടെ ഒരു ഗ്യാപ്പ് ഡൗൺ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് പിന്നെ ബുള്ളിഷ് പോയി. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു സെൽ ട്രെൻഡാണ് മാർക്കറ്റ് വന്നത്. ഇവിടെ ടോട്ടലി നോക്കുമ്പോൾ ഒരു ബൈ ട്രെൻഡിലാണ് മാർക്കറ്റ് ഉള്ളത്. ഇപ്പോൾ ജസ്റ്റ് ഒരു സെല്ലിങ് വന്നു. പിന്നെ എൻ്റെ ഒരു വ്യൂ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് പോകാനുള്ള ചാൻസ് ആണുള്ളത്. ഇത് 50 മിനിറ്റ് ആണ്. 1 അവർ 4 അവർ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇന്നത്തെ ഈ ഒരു ക്യാൻഡിൽ നോക്കുമ്പോൾ നമുക്കൊരു ഗ്രീൻ ക്യാൻഡിലായിട്ട് കാണുന്നത്. ഡെയിലി ക്യാൻഡിൽസ് നോക്കുമ്പോൾ നമ്മുടെ ഒരു വ്യൂ വെച്ച് നോക്കുമ്പോൾ ബുള്ളിഷിലോട്ട് പോകാനുള്ള ചാൻസ് ആണ് കൂടുതൽ കാണുന്നത്. ഇപ്പോഴും മാർക്കറ്റ് സെല്ലിങ്ങിലോട്ട് വന്നിട്ടില്ല. അത്യാവശ്യം നല്ല ഹൈ ആണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം മാർക്കറ്റ് നല്ല ബുള്ളിഷ് പോകുമ്പോൾ സെല്ല് എടുക്കുകയല്ല വേണ്ടത്, നമ്മൾ ട്രെൻഡിനനുസരിച്ച് ട്രേഡ് എടുക്കുക. അതായത് പിന്നെ മാർക്കറ്റ് ഇത്ര കയറിയിട്ടുണ്ട്, ഇനി ഇത്രയൊക്കെ ഡൗൺ വരും, ഇത്ര ടോപ്പിലല്ലേ എന്ന് കരുതി നമുക്ക് ബൈ എടുക്കേണ്ടാവുന്നില്ല. കാരണം വെച്ചാൽ നമുക്ക് ഇനി ഇവിടുന്ന് മേലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ എത്തിയിട്ട് മാർക്കറ്റ് ഇനി ഇത്രയൊക്കെ വരും എന്നുള്ള എത്രയും ടോപ്പിലല്ല മാർക്കറ്റ്, ബൈ എടുക്കേണ്ട അങ്ങനെയൊന്നുമില്ല. നമുക്ക് വ്യൂ അനുസരിച്ചിട്ട് ബൈ തന്നെ എടുക്കണം നമ്മൾ. ഓക്കെ, അപ്പോൾ എനിക്ക് ഇവിടെ ഒരു വ്യൂ നോക്കിയിട്ട് എനിക്ക് ബൈ ട്രെൻഡാണ് കണ്ടത്. ഞാൻ 50 മിനിറ്റിലാണ് എനിക്കൊരു കൺഫർമേഷൻ കിട്ടിയിട്ടുള്ളത്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മാർക്കറ്റ് ഈ ലെവലൊക്കെ വന്നിട്ട് പിന്നെയും ബുള്ളിഷ് ഇതും ബ്രേക്കൗട്ട് സംഭവിച്ചിട്ട് വരും ദിവസങ്ങളിൽ ഞാൻ അതായത് NRML എടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് ട്രേഡ് ഹോൾഡ് ചെയ്യാൻ പറ്റും. അടുത്ത എക്സ്പയറി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡ് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. 11-ാം തീയതിയാണ് എക്സ്പയറി വരുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് ഈ ട്രേഡ് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ ട്രേഡ് എടുത്തിട്ടുണ്ട്. ഞാനൊരു ബൈ ട്രെൻഡാണ് കാണുന്നത്. ഇവിടുന്ന് മാർക്കറ്റ് ബുള്ളിഷ് പോകുന്നുള്ള വ്യൂ ആണ് എനിക്കുള്ളത് വരും ദിവസങ്ങൾ. ഇപ്പോൾ ഇന്ന് 2:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ 1 മണിക്കൂർ മാർക്കറ്റ് ഉള്ളൂ. ഇനി ചിലപ്പോൾ ഇന്ന് നടന്നില്ലെങ്കിൽ നാളത്തേക്ക് ചിലപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് നടക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. മേ ബി ചിലപ്പോൾ ഇത് SL ഹിറ്റ് ആവാനുള്ള ചാൻസും ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് വെയിറ്റ് ചെയ്ത് നോക്കുകയാണ്. എൻ്റെ SL എന്ന് പറയുമ്പോൾ ഈ ലെവലായിരിക്കും എൻ്റെ SL വരിക. ഇതിന് താഴത്തായിരിക്കും എൻ്റെ SL വരുന്നത്. ഓക്കെ, ഇതിനകത്ത് ജസ്റ്റ് ഈ ഒരു ലെവൽ മാത്രമേ നമുക്ക് SL വരുന്നുള്ളൂ, മനസ്സിലാക്കണം. ഓക്കെ, ഇത്ര നമ്മൾ SL വരുന്നുള്ളൂ. ഇത് ബ്രേക്കൗട്ട് സംഭവിച്ചാൽ ഞാൻ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അതർവൈസ് ഞാൻ ഈ ട്രേഡ് അത്യാവശ്യം ഹോൾഡ് ചെയ്യും. അത്യാവശ്യം പ്രോഫിറ്റ് ടാർഗറ്റ് ആയിട്ടാണ് ഞാൻ ട്രേഡ് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് ഒരു ഫ്ലൈ സംഭവിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് ഉള്ളത്. കാരണം ഈ ട്രെൻഡ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പ്യുവർ പ്രൈസ് ആക്ഷൻ രീതിയിലാണ് ഇപ്പോൾ ട്രേഡ് എടുത്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ട്രേഡ് കാണിച്ചാൽ ചിലപ്പോൾ ലോസിലായിരിക്കും ഉണ്ടാവുക. അല്ല, 372.75 പ്രോഫിറ്റ്, 446
അപ്പോൾ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ മാർക്കറ്റ് കുറച്ച് ഹൈ പോയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ട്രേഡ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടില്ല, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ സ്റ്റിൽ ഹോൾഡിംഗ് ആണ്. അപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ടാണ് ഞാൻ ക്ലോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ബൈ എടുത്തിരുന്നത്. മാർക്കറ്റ് കുറച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ബുള്ളിഷ് പോകുന്നതാണ്. നാളെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ചിലപ്പോൾ ഗ്യാപ്പ് അപ്പ് ആയിരിക്കും ചാൻസ് ഉള്ളത്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് കേട്ടോ. അപ്പോൾ ട്രേഡ് നോക്കുകയാണെങ്കിൽ $870 സോറി, നമ്മൾ ഫോറക്സ് ചെയ്യുന്നതുകൊണ്ട് അത് തന്നെ വരുന്നുള്ളൂ. 870 രൂപ നമുക്ക് പ്രോഫിറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഇത് ഇത്ര വരെ പോയെന്ന് നോക്കാം. 187 സ്ട്രൈക്ക് പ്രൈസ് വരുന്നത്. ഇപ്പോൾ ഇത് അറൗണ്ട് നോക്കുകയാണെങ്കിൽ 206 വരെ പോയായിരുന്നു. ഓക്കെ, 206 വരെ പോയിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, നമ്മൾ സ്റ്റിൽ ഹോൾഡിങ് ആൻഡ് ട്രേഡ് ക്ലോസ് ചെയ്തിട്ടില്ല, കാണാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ ഇനി മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് നോക്കാം എങ്ങനെയുണ്ട് കാര്യങ്ങൾ, ലോസ് ആണ് പ്രോഫിറ്റ് ആണ് കാരണം. ഇത് നമുക്ക് നോക്കിയിട്ട് നാളെ റെക്കോർഡ് ചെയ്തിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഫോറക്സ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ മാർക്കറ്റിൽ എൻട്രി കിട്ടുമ്പോൾ നമ്മൾ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻട്രി കിട്ടുമ്പോൾ മാത്രമേ ഇന്ത്യ മാർക്കറ്റ് ചെയ്യും. ഇന്ത്യ മാർക്കറ്റിൽ ഫുള്ളായിട്ട് ഫോക്കസ് ചെയ്യുന്നില്ല, കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഫോറക്സിലാണ്. പിന്നെ ചാർട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് മാർക്കറ്റിലും ട്രേഡ് എടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് അത്ര എന്താ പറയുക, അത്ര കൺഫേം അല്ലെങ്കിലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പം മാർക്കറ്റ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേര് നമുക്ക് മെസ്സേജുകളുണ്ട്, നല്ല യൂസ്ഫുൾ ആണ്, നല്ല കറക്റ്റ് എൻട്രി കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ചെയ്തപ്പോൾ USD/JPY ഒക്കെ നല്ല എൻട്രിയാണ് എല്ലാവരും കിട്ടിയിട്ടുള്ളത്. വീഡിയോ മിസ് ചെയ്യാതിരിക്കുക. ഇനി ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് ലിങ്ക് ഉണ്ട്, മെസ്സേജ് അയക്കുക, സെറ്റാക്കുക. എന്തായാലും നമുക്ക് നാളത്തെ ട്രേഡ് നോക്കാം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവാനായിട്ടുണ്ട്. ടൈം ഇപ്പോൾ 9:15. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രേഡ് സ്റ്റിൽ റണ്ണിങ് ആണ്. നോക്കാം. 1500 രൂപ പ്രോഫിറ്റിൽ റണ്ണിങ് ആണിപ്പോൾ. ബുള്ളിഷാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്തായാലും മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്, നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇന്നും മാർക്കറ്റ് ബുള്ളിഷിലോട്ട് പോകാനുള്ള ചാൻസാണുള്ളത്. 2000 രൂപ പ്രോഫിറ്റാണ് ഇപ്പോൾ റണ്ണിങ് ഉള്ളത്. ഓക്കെ, 2300. ഗൈസ്, അപ്പോൾ ഞാൻ ട്രേഡ് എക്സിറ്റ് ആയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ബുള്ളിഷ് തന്നെയാണ് മാർക്കറ്റ് വന്നത്, വിചാരിച്ചപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതിലും കൂടുതലും ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇവിടെ ഒരു റെസിഡൻസ് ഏരിയയാണ്. ഇനിയിപ്പോൾ ഇവിടെ മാർക്കറ്റ് കുറച്ച് നേരം മൂവ്മെൻറ്റ് ഉണ്ടാവും, ഒരു സൈഡ് വേ ആയിരിക്കും ചാൻസ് ഉള്ളത്. ഈ ലെവലായിരിക്കും ഉണ്ടാകാൻ ചാൻസ് കൂടുതൽ. എന്തായാലും മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ നോക്കുന്നത്. എക്സിറ്റാണ് ഞാൻ എന്തായാലും കാണിക്കാം. 2700, ഒരു 3000-3000 മുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആവാം. ഓക്കെ, ഞാനിപ്പം 211 സെൽ ഓർഡർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, 211 സെൽ ഓർഡർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ പ്രൈസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് സെല്ലാവും. ഓക്കെ, അതുവരെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഓക്കെ, കാണാനായിട്ട് പറ്റും. ഈ ലെവൽ മാർക്കറ്റ് വരാനുള്ള ചാൻസ് ഉള്ളൂ കാണുന്നത്. ഞാൻ എന്തായാലും ചാർട്ട് കാണിക്കാം. ഈ ലെവലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് കേട്ടോ. 211 ഈ ലൈന് വരെയാണ്. 204 അപ്പോൾ ഈ ലൈന് മുകളിലുള്ള ഈ ലൈന് വരെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അവിടുന്ന് മാർക്കറ്റിൽ നിന്ന് ഓട്ടോമാറ്റിക് എക്സിറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ.
ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. 211 സെൽ ഓർഡർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, 3000 രൂപ പ്രോഫിറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. 3000 രൂപ പ്രോഫിറ്റിൽ ട്രേഡ് ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലൈവ് ട്രേഡിംഗ് ആയിരുന്നു. ഞാൻ ഇതിലും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു മൂവ്മെൻറ്റ് കണ്ടിട്ട് ഇവിടെ നിന്നിട്ട് കുറച്ചൊരു ഇത് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ടൈം എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സ്ട്രൈക്ക് പ്രൈസ് ചിലപ്പോൾ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി മാർക്കറ്റ് അഥവാ ഇനി കുറച്ച് ഡൗൺ സൈഡൊക്കെ വരികയാണെങ്കിൽ എൻട്രി കിട്ടുകയാണെങ്കിൽ വീണ്ടും ഞാൻ മാർക്കറ്റിൽ എൻ്റർ ആവുന്നതായിരിക്കും. അപ്പോൾ എൻട്രി എടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഞാൻ ലൈവ് ട്രേഡ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു പ്രോഫിറ്റ് ഡീസൻറ്റ് പ്രോഫിറ്റാണ്. ഇപ്പോൾ ഇത് 3000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലൈവായിട്ടാണ് ഞാൻ അത് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചാർട്ടിനെ പറ്റിയൊക്കെ പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോറക്സ് ആയാലും ഇന്ത്യൻ മാർക്കറ്റ് ആയാലും ക്രിപ്റ്റോ ആയാലും എവിടെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ടതിന് നന്ദി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.